ഇപ്പൊ പാമ്പ് കടിച്ചാൽ ഏത് പാമ്പാണ് എങ്ങനെയാണ് നമുക്ക് പാടുണ്ടെങ്കിൽ വേദനയൊക്കെ ഉണ്ടെങ്കിൽ ബ്ലഡ് വന്നിട്ടുണ്ടെങ്കിൽ അത് പാട് കണ്ടാൽ അറിയാം, അല്ലെ സിംറ്റംസ് കൊണ്ടാ അറിയാം. ഇപ്പം മൂർഖരാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ടയർഡാവും. ന്യൂറോടോക്സിക്സ് എന്ന് പറയും, ഈ നമ്മുടെ ഉണ്ടല്ലോ നാഡീവ്യൂഹത്തെ ബാധിക്കുന്നതാണ്. പെട്ടെന്ന് ടയർഡാവും. ഇത് എക്കിട്ടുണ്ടാവില്ല, എക്കിളെടുക്കുക, ദീർഘശ്വാസം വിടുക, എന്നുവെച്ചാൽ അങ്ങനെ ടയർഡാകുക, പെട്ടെന്ന് ആൾ ടയർഡാകുക, ബ്രെയിനൊക്കെ ഡെത്തിലേക്ക് പോവുകയാണ്. അപ്പോൾ അത് അങ്ങനെയുള്ള സിംറ്റംസ് കണ്ടാൽ അതറിയാം. വളരെപ്പോഴാണെന്നുണ്ടെങ്കിൽ ഏറ്റവും അപകടം വളരെപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ ഈ ക്രൈറ്റ്, വളരെപ്പോൾ ശംഖുരയൻ, വെള്ളിക്കെട്ടെന്നൊക്കെ പറയുന്നത്. അതിന് സിംറ്റംസ് ഉണ്ടാവില്ല, ലക്ഷണങ്ങൾ കാണാനുണ്ടാവില്ല. കടിച്ച ഭാഗത്ത് അതിൻ്റെ പല്ല് വളരെ ടൈനിയാണ്, അതുകൊണ്ട് ആ കടിച്ച ഭാഗത്ത് ആ സമയത്ത് ചെറിയ 2 പാട് കാണും, അതിന് ആ പാടും കാണാനുണ്ടാവില്ല, അതിന് ലക്ഷണങ്ങളും കാണണ്ടാവും. പക്ഷേ അതിന് അവസാനം ഒരു 1-1.5 മണിക്കൂറൊക്കെ ആകുമ്പോഴത്തേക്കും ഒരു അപകടാവസ്ഥയിലേക്ക് വരുമ്പോഴത്തേക്കാണ് ആൾ കണ്ണടഞ്ഞു പോവുക, തലയ്ക്ക് ഭാരം പോലെ വരിക. അത് നമ്മളെപ്പോഴും വാച്ച് ചെയ്തുകൊണ്ടിരിക്കണം, അപകടമുണ്ട് അതിനകത്ത്. പിന്നെ അണലിയൊക്കെ ആണെങ്കിൽ വേദനയുണ്ടാവും, നീരുണ്ടാവും. അണലിയിൽ രക്താണലി എന്നൊക്കെ പറഞ്ഞ അസൽസ് അതൊന്നും ഇപ്പം അങ്ങനെ കാണാറില്ല. അത് കടിച്ചു കഴിഞ്ഞാൽ അപ്പം തന്നെ രോമകൂപകൾ കൂടെയും മൂക്കിലും വായിലും എല്ലാം എവിടെയൊക്കെ ദ്വാരങ്ങളുണ്ടോ എല്ലായിടത്തും ബ്ലഡ് ഊസ് ചെയ്യും. അത് വളരെ കോംപ്ലിക്കേറ്റഡ് ആണ്. വിഷമുള്ള പാമ്പുകൾക്ക് എപ്പോഴും 2 പല്ലുകളാണ് ഉണ്ടാവുക. വിഷപ്പല്ലുകൾ മുകളിലത്തെ താഴെ നിന്ന് താഴേക്ക് നിൽക്കും. ആ പാമ്പുകൾ കടിച്ചു കഴിഞ്ഞാൽ കടിച്ച് പിടിച്ച് വിഷം കയറ്റും. ആ പാടിൻ്റെ സ്വഭാവം കൊണ്ടും നമുക്കറിയാം ഏത് പാമ്പാണ് കടിച്ചിരിക്കുന്നത്. അത് ബൈ എക്സ്പീരിയൻസ്. ഞങ്ങളൊക്കെ ചെറുപ്പത്തിലെ അച്ഛൻ്റെ കാലം പോലെ കണ്ടു വളരുന്നതല്ലേ. അപ്പോൾ ആ കടിക്കുന്ന പാട് കാണുമ്പോൾ നമുക്കറിയാം എന്നാ കടിച്ചത്.